السلام عليكم ورحمة الله. الحمد لله الأحد والصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد. സ്നേഹാദരണീയരായ വിശ്വാസികളെ, ഒരു മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്നത് നമസ്കാരമാകുന്നു. നമുക്കറിയാം, ഇതര മതസ്ഥരെ എടുത്ത് നോക്കിയാൽ അവർക്കും നോമ്പുണ്ട്, അവർക്കും ഹജ്ജ് അഥവാ തീർത്ഥാടനങ്ങളുണ്ട്, അതുപോലെ തന്നെ ദാനധർമ്മങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ഇസ്ലാം മുൻനിർത്തിയ ഒന്നാണ് നമസ്കാരം എന്നത്. ആ നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വെച്ച് നമ്മോട് ഒന്നാമതായിക്കൊണ്ട് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് നമുക്ക് ഏതു തരത്തിൽ ഉത്തരം പറയുവാൻ സാധിക്കുന്നോ അതനുസരിച്ചായിരിക്കും പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘടനയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ നമസ്കാരം നാം എല്ലാവരും കൃത്യമായിക്കൊണ്ട് നിർവഹിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ. ഈ നമസ്കാരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആ നമസ്കാരത്തിൽ ഏറ്റവും പ്രധാനമായിക്കൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, ആ നമസ്കാരം നമ്മുടെ പൂർണ്ണമാകുന്നുണ്ടെങ്കിൽ നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഫാത്തിഹ എന്നതാണ്. ആ ഫാത്തിഹ കൃത്യമായിക്കൊണ്ട് അർത്ഥമറിഞ്ഞ് അതനുസരിച്ച് പഠിച്ച് കൃത്യമായിക്കൊണ്ട് പാരായണം ചെയ്താൽ മാത്രമേ നമ്മുടെ നമസ്കാരം ശരിയാവുകയുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നമസ്കാരത്തിൽ ഫാത്തിഹ ഇല്ലെങ്കിൽ അവന് നമസ്കാരം തന്നെ ഇല്ല എന്നാണ് പ്രവാചകൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ഫാത്തിഹയ്ക്ക് സൂറത്തുൽ ഫാത്തിഹ എന്ന് തന്നെ പേര് വരാൻ കാരണം ഇത് വിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങളിൽ ഒന്നാമതായിക്കൊണ്ട് തന്നെ ഒന്നാമത്തെ സൂറത്തായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൂറത്ത് നാം കൃത്യമായിക്കൊണ്ട് പഠിക്കേണ്ടതുണ്ട്. ആ ഒരു പഠനത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹയെ നമുക്ക് മൂന്നായിട്ട് തരം തിരിക്കുവാൻ സാധിക്കും. ഒന്നാമത്തേത് എന്നത് സ്തുതി, രണ്ടാമത്തേത് പ്രതിജ്ഞ, മൂന്നാമത്തേത് എന്നത് പ്രാർത്ഥന. ഈ മൂന്ന് കാര്യങ്ങളാണ് സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. ഈ അധ്യായങ്ങളിൽ 113 സൂറത്തുകളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അവയെല്ലാം ആ ബിസ്മികളൊന്നും ഒരാളും എണ്ണത്തിൽപ്പെടുത്തിയിട്ടില്ല, ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല ഇതിൻ്റെ എണ്ണം ഇത്രയെണ്ണമെന്ന്. ബിസ്മിയുടെ ഒന്നാമത്തെ നമ്പറായിക്കൊണ്ട് അല്ലെങ്കിൽ ഒന്നാമത്തെ ആയത്തായിക്കൊണ്ട് ആരും തന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നാൽ സൂറത്തുൽ ഫാത്തിഹയുടെ ബിസ്മിയുടെ കാര്യത്തിൽ പണ്ഡിതന്മാർ പല അഭിപ്രായത്തിലാണ്. ചിലർ പറയുന്നു നമസ്കാരത്തിലെ ആ ഫാത്തിഹയിൽ ബിസ്മി ഒച്ചയ്ക്ക് ചൊല്ലണമെന്ന്, ചിലർ പറയുന്നു അത് സാവധാനം ചൊല്ലിയാൽ മതിയെന്ന്. ഇങ്ങനെ രണ്ടഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. എങ്കിൽ തന്നെ കൂടുതൽ പണ്ഡിതന്മാരും പറയുന്നത് സൂറത്തുൽ ഫാത്തിഹയിൽ 7 വചനം, ബിസ്മി സഹിതം 7 വചനം എന്നാണ്. അങ്ങനെ പറയുന്നതിൽ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞു, 3 ഫാത്തിഹയെ തരം തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ എന്നതാണ് സ്തുതി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണ് സർവസ്തുതിയും. വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇറങ്ങുകയാണ്, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷം പറയുന്നു അർ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. അർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ആരാണ് ആ സർവസ്തുതിയും ആർക്കാണ് കൊടുക്കേണ്ടത്? അവൻക്ക് ഉള്ള യോഗ്യതകളാണ് പറയുന്നത്. അർ റഹ്മാനിർ റഹീം, അവൻ പരമകാരുണ്യകനുമാണ് കരുണാനിധിയുമാണ്. എന്താണ് പരമകാരുണ്യകൻ എന്ന് പറഞ്ഞാൽ? ലോകത്തുള്ള ഒരുപാട് ജനങ്ങളുണ്ട്, ഒരുപാട് മതസ്ഥരുണ്ട്, ഒരുപാട് വർഗക്കാരുണ്ട്. ഇവരോടെല്ലാവരോടും ഒരുപോലെ ഒരേ രീതിയിൽ പരമകാരുണ്യകനായ അല്ലാഹു അവൻ്റെ കാരുണ്യം എടുത്തു കൊടുക്കുകയുണ്ടായി. എന്നാൽ അവൻ്റെ കരുണ ലഭിക്കണമെങ്കിൽ അത് ഈ ലോക ജീവിതത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ട് നല്ല മുത്തഖിയായി ജീവിച്ചവർക്ക് മാത്രമേ അതിന് അല്ലാഹു ഭാഗ്യം കൊടുക്കുകയുള്ളൂ, അവൻ്റെ കരുണ ലഭിക്കുവാൻ വേണ്ടി. അതുപോലെ തന്നെ മാലികി യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായ. ഏതാണ് ആ ദിവസം? നമുക്കറിയാം, വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ആരെങ്കിലും ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം അവന് കൃത്യമായി കൊണ്ട് അവിടെ വെച്ച് നൽകുന്നതാണ്. മറിച്ച് ആരെങ്കിലും തിന്മയാണ് ചെയ്തതെങ്കിൽ അതിൻ്റെ പ്രതിഫലവും കൃത്യമായി കൊണ്ട് അവൻ അവിടെ വെച്ച് നൽകുന്നതാണ്. ആ ഒരു ദിവസമാണ് മാലികി യൗമിദ്ദീൻ, പ്രതിഫലം തരുന്ന ആ ഒരു ദിവസം. ആ ഒരു ദിവസത്തെക്കുറിച്ച് സൂക്ഷിക്കുവാനാണ് അല്ലാഹു സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പാട്ട് പ്രതിജ്ഞ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരായത്താണ്
ഈ ആയത്ത് എന്നത്. നമുക്കറിയാം ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആയത്താണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നത്. ചിലർ പറയുന്നു ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്നത് നിന്നെ ആരാധിക്കുക എന്നതാണ്. എന്നാൽ ചിലർ പറയുന്നത് നിന്നെ മാത്രം ആരാധിക്കുക എന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ വേണ്ടത് എന്താണ്? നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്നാണ്. കാരണം അള്ളാഹുവിനോട് മാത്രം സഹായം തേടുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥനയാണ് അള്ളാഹു കേൾക്കുകയുള്ളൂ നമുക്ക് കൃത്യമായി കൊണ്ടറിയാം. അതുകൊണ്ടാണ് ബദറിന്റെ രണാങ്കണത്തിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂജഹലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് കൂടി അള്ളാഹു സ്വീകരിച്ച പ്രാർത്ഥന എന്നത് അത് പ്രവാചകന്റെ ആയിരുന്നു. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിച്ചത്. എന്നാൽ അബൂജഹൽ ചില സമയത്ത് മറ്റു ചില ആരാധകന്മാരെ അദ്ദേഹം നോക്കുകയുണ്ടായിരുന്നു. എന്നാൽ പ്രവാചകൻ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത്തരത്തിലൊരു പ്രവർത്തനം ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇയ്യാക എന്ന പദം, അതിൽ ഇയ്യാക്ക് ശബ്ദ കൊടുക്കാതെ വായിച്ചാൽ സൂര്യപ്രഭയെ ആരാധിക്കുക എന്നൊരർത്ഥം അതിലേക്ക് വരികയുണ്ടാകും. അതുകൊണ്ട് തന്നെ നാം പാരായണം ചെയ്യുമ്പോൾ, നമസ്കാരത്തിൽ പാരായണം ചെയ്യുമ്പോൾ ഇയ്യാക നഅ്ബുദു, ആ ഇയ്യാക്ക് ശബ്ദ കൊടുത്തുകൊണ്ട് കൃത്യമായി കൊണ്ട് നാം പാരായണം ചെയ്യേണ്ടതാണ്. ഇനി ഇതിന്റെ മൂന്നാമത്തെ പാർട്ട് എന്നത് പ്രാർത്ഥനയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയില്ലാതെ ജീവിക്കുവാൻ സാധിക്കുകയില്ല. ഒരു പ്രാർത്ഥനയില്ലെങ്കിൽ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു വിധത്തിലുമുള്ള വിലയും നൽകുകയില്ല എന്ന് നമുക്ക് കൃത്യമായി കൊണ്ടറിയാം. അതുകൊണ്ട് നാം പറയുകയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നീ ഞങ്ങളെ നേരായ മാർഗത്തിലൂടെ നയിക്കണമേ. സലഫി സാലിഹീങ്ങൾ നയിച്ച പാതയിലൂടെ പ്രവാചകന്മാരും അതുപോലെ തന്നെ സഹാബാക്കളുമെല്ലാം നമുക്കൊരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ആ മാതൃകയിലൂടെ അവിടെ നാം നമ്മുടെ നമ്മുടെ പാത നാം നോക്കിക്കാണേണ്ടത്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ആ സലഫി സ്വാലിഹീങ്ങളെ പോലെ, സിദ്ദീഖീങ്ങളെ പോലെ, ശുഹദാക്കളെ പോലെയുള്ളവരുടെ ആ മാർഗത്തിലൂടെ വേണം അല്ലാഹുവിനോട് നാം പ്രാർത്ഥിക്കുകയാണ്. നീ ഞങ്ങളെ ഈ നേരായ മാർഗത്തിലൂടെ നയിക്കണമേ, ഈ സിദ്ദീഖീങ്ങൾ സഞ്ചരിച്ച പോലെ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. എന്നാൽ അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇവരെ പോലെ നീ ഞങ്ങളെ ഒരിക്കലും ആക്കരുതേ. അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിച്ചതും അതുപോലെ തന്നെ വഴിപിഴച്ചവരുമായ രണ്ട് സമൂഹങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി പറയുന്നുണ്ട്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അതിൽ അല്ലാഹു കോപിച്ചവർ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളമാണ്. കാരണം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു നൽകുകയുണ്ടായി. എന്നാൽ ഇവർ ഈ അനുഗ്രഹത്തെയൊന്നും വകവയ്ക്കാതെ ആ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതൊന്നും കൃത്യമായി കൂടെ അനുസരിക്കാതെ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് അല്ലാഹു അല്ലാതെ മറ്റാരാധ്യനെ വിളിക്കുകയും അതുപോലെ അത്തരത്തിലുള്ള നീച പ്രവർത്തനങ്ങളും ചെയ്തതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജൂത സമൂഹത്തെ കോപിക്കുകയുണ്ടായി. എന്നാൽ ഇവരെ പിൻപറ്റിക്കൊണ്ട്, ഇവരുടെ പാത പിൻപറ്റിക്കൊണ്ടാണ് നസ്രാണികൾ, ക്രൈസ്തവരായ ആളുകൾ വന്നത്. അവരെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, വഴിപിഴച്ചവരായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നാം എല്ലാവരും ഈ വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ ഫാത്തിഹ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വരാനുണ്ട്. ആ കാര്യങ്ങളെല്ലാം നാം കൃത്യമായി കൊണ്ട് ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ രീതിയിൽ നമ്മുടെ പാരായണം കൊണ്ടുപോയാലേ നമുക്ക് യഥാർത്ഥ ജീവിതത്തിൽ നാളെ പരലോകത്തെത്തുമ്പോൾ നമുക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം നാം എല്ലാവരും കൃത്യമായി കൊണ്ട് 5 നേരം നമസ്കരിക്കുന്നവരാണ്. ഈ 5 നേരം നമസ്കരിക്കുമ്പോൾ അല്ലാഹുവിനോട് നാം പ്രാർത്ഥിക്കുകയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതിൻ്റെ അർത്ഥമറിയാതെ പ്രാർത്ഥിച്ചിട്ട് എന്തുപകാരമാണ് സഹോദരങ്ങളെ നമുക്കുണ്ടാവുക? അതുകൊണ്ട് തന്നെ ഈ ഖുർആനിൻ്റെ അർത്ഥമറിഞ്ഞുകൊണ്ട് നാം പാരായണം ചെയ്യുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.